സക്കുബായി അടുത്ത ഭാഗം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് सकुबाई पूजा पाठ के बारे में बात करती हुई कहती है. उसकी एक मेम साहब थी, शहनाज नाम था उसका, और जब उसे जीवन में कई कठिनाइयों का सामना करना पड़ती है तो वो कैसे बड़ी होशियारी के साथ, हिम्मत के साथ उन मुसीबतों का सामना करती है, उसके बारे में पिछली कक्षा में हमने चर्चा किया. तो आगे ഇനി എന്താണ് പറയുന്നത് നോക്കാം. ഷഹനാസിൻ്റെ കഥ പറഞ്ഞു. ഇനി അടുത്തത് സക്കു എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. തബി ടെലിഫോൺ കി ഘണ്ടി ബജ്തി ഹെ. അങ്ങനെ ഷഹനാസ് മാഡത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പോൾ സക്കുബായി ഫോൺ എടുക്കുന്നു. ഹലോ, കോൻ ചാഹിയേ? ഹലോ, ആരെയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അച്ഛാ, ഖന്ന ഭാബി ജി. ഓ, ഖന്ന ഭാബിയാണോ? ഖന്ന സാഹബിൻ്റെ വൈഫ് എന്നുള്ളതിനാണ് ഖന്ന ഭാവിയാണോ വിളിക്കുന്നത്. മേം സാബ് തോ നഹി ഹേ. ഇവിടെ മാഡം ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് പൂജ മാഡത്തെ അന്വേഷിച്ച് കാണും. അതിൻ്റെ മറുപടിയായിട്ടാണ് സക്കു പറയുന്നത്. എന്താണ്? മേം സാബ് ഇധർ നഹി ഹേ. ആജ് വോ അപ്നി മമ്മി കെ ഘർ ഗയി. ഇവിടുത്തെ മാഡം മമ്മിയുടെ വീട്ടിൽ പോയേക്കാണ് എന്ന് സക്കു പറഞ്ഞു. ഫോൺ പർ ഹാത്ത് രഖ് കർ ഓഡിയൻസെ കഹത്തി ഹെ. അപ്പോൾ ഫോണിൽ കൈ വെച്ചുകൊണ്ട്, അതായത് ഇവിടെ പറയുന്നത് അവിടെ കേൾക്കരുത് എന്ന് വെച്ചിട്ട് മൗത്ത് പീസിൽ കൈ വെച്ചുകൊണ്ട് സക്കുബായി പറയാണ്, ഓഡിയൻസിനോടായിട്ട് പറയുന്നു. മേം സാബ് സേ സബ് അപ്ന ബ്യൂട്ടി പാർലർ കാ കാം മുഫ്ത് മേ കരാത്തി ഹേ. സകലരും മേം സാബിനെ കൊണ്ട്, ഇവിടുത്തെ മാഡത്തിന് ബ്യൂട്ടി പാർലറാണല്ലോ, ബ്യൂട്ടി പാർലറിൽ എല്ലാ കാര്യവും ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിച്ച് മാമിനെ കൊണ്ട്, ഇവിടുത്തെ മാഡത്തെ കൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കും. അമ്മാതിരി എന്തോ കാര്യത്തിനാണ് ഈ ഖന്ന സാഹബ് വിളിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് പാർലറിലെ എന്തോ കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണിത് എന്നാണ് സക്കു പറയുന്നത്. അപ്പോൾ നമ്മളോടായിട്ട് പറയാണ്, ഓഡിയൻസിനോടായിട്ട് പറയാണ്, അവർ കേൾക്കാതെ പറയും. മേം സാബ് സെ സബ് അപ്ന ബ്യൂട്ടി പാർലർ കാ കാം മുഫ്ത് മേ കരാത്തി. മുഫ്ത് മാനെ മുഫ്ത്, ഫ്രീ, സൗജന്യമായിട്ട്. പിന്നെയും ഫോണിൽ സംസാരിക്കണം. നഹി ക്യൂ, ഇല്ലല്ലോ. സാബ് മേം സാബ് തോ ടീക്ക് ഹേ. ഇവിടുത്തെ സാറും മാഡം ഒക്കെ ഓക്കെ ആണല്ലോ, അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നഹി കോയി പ്രോബ്ലം നീ ഹേ. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. ഹമാരി മേം സാബ് ക്യാ സാഹബ് സെ झगड़ा करके ही मम्मी के वहाँ जाएगी. അടുത്ത മറുപടി സക്കുവിൻ്റെ ഇതാണ്. എന്താണ്? ഇവിടുത്തെ സാറിനോട് വഴക്കടിച്ചാൽ മാത്രമേ ഇവിടുത്തെ മാഡത്തിന് സ്വന്തം വീട്ടിൽ മമ്മിയുടെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, വിളിച്ച സ്ത്രീയുടെ ഉദ്ദേശം ഇവിടെ വല്ല അടിയും നടന്നോ, പിണങ്ങിപ്പോയതാണോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ല അടിയും നടന്നോ, പിണങ്ങിയാണോ മമ്മിയുടെ വീട്ടിൽ ഇവിടുത്തെ പൂജ മാഡം പോയത് എന്നൊക്കെയാണ് സക്കുവിനോട് ചകഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ പരദൂഷണക്കാരിയായ ഒരു സ്ത്രീയാണ് ഈ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സക്കുവിന് ദേഷ്യം വരികയാണ്. എന്താ, പിണങ്ങിയാൽ മാത്രമേ സ്വന്തം വീട്ടിൽ ഇവിടുത്തെ മാഡത്തിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് സക്കു ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ക്യാ ഹമാരി മേം സാഹബ് സെ झगड़ा करके ही मम्मी के वहाँ जाएगी. झगड़ा करना എന്താണ്? വഴക്കൂടുക. വഴക്കടിച്ച് മാത്രമേ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഭാബി ജി, ആപ് മേരെ സെ ऐसी बात क्यों पूछते हो. ഭാബി ജി, മാഡം എന്നോട് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ചേച്ചി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഭാബിജി വിളിക്കുന്നത്. എന്നോട് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ആപ്കോ ജോ ബി പൂച്ച്നാ ഹേ മേം സാബ് സെ പൂച്ചോ നാ ഡയറക്റ്റ്. നിങ്ങൾക്ക് ഇവിടുത്തെ വല്ല കാര്യങ്ങളും അറിയണമെങ്കിൽ ഇവിടുത്തെ മേം സാബിനെ തന്നെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് നിങ്ങൾ ചോദിച്ചോളൂ, എന്നോട് എന്തിനാണ് ചോദിക്കുന്നതെന്നാണ് സക്കു പറയുന്നത്. തും ഫോൺ രഖോ മേ രഖ്തി. സക്കുവിന് ദേഷ്യം വന്നിട്ട് പറയാണ്, നിങ്ങൾ ഫോൺ വെക്കൂ, ഞാനും വെക്കുകയാണ്. ഫോൺ രഖ് ദേത്തി ഹെ. ഇത്രയും പറഞ്ഞ് സക്കുബായി ഫോൺ വെക്കുകയാണ്. അതായത് നമുക്ക് സക്കുവിൻ്റെ വേറൊരു ക്യാരക്ടർ കൂടി നമുക്കവിടെ മനസ്സിലാകുന്നു. അതായത് ജോലി ചെയ്യുന്ന വീട്ടിലെ ആൾക്കാരുടെ വിശേഷങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സക്കുവിന് താല്പര്യമില്ല. വളരെ ലോയലായ സ്ത്രീയാണ് അവർ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അടിയോ വഴക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും അന്വേഷിച്ച് വിളിച്ചാൽ അവരോടൊക്കെ ഇത്രയും ഹാഷായിട്ട് തന്നെ സക്കു സംസാരിക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സക്കു ഗുസ്സേമേ, ദേഷ്യം വന്നിട്ട് സക്കുബായി പറയാണ്, സാലി ജാണ്ടി ബഡി ചാലു ഔരത്ത് ഹെ. ചാലു ഔരത്ത് ഹെ എന്ന് പറഞ്ഞാൽ ചലാക്ക് ഔരത്ത് ഹെ എന്നാണ്. അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് പറയാണ്. എന്താണ്? ഓ, ജാണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ശരീരമുള്ളവരെയാണ് ജാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാണ്ടി ഔരത്ത് ബഡി ചലാക്ക് ഹെ, ഭയങ്കര സൂത്രശാലിയാണ് അവർ. പാർട്ടി മേ മാത്തി ഹെ തോ ആധാ ഖാന ഖുദി ഖാ ജാത്തി ഹെ. ഇവിടെ പാർട്ടിക്ക് എങ്ങാണ് ഇൻവൈറ്റ് ചെയ്താൽ വന്നിട്ട് ഇവിടുത്തെ പകുതി ഫുഡും അവർ കഴിച്ചിട്ട് പോകും. ഖന്ന സാഹബിൻ്റെ വൈഫിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫോണിൽ ഇപ്പോൾ സംസാരിച്ച സ്ത്രീയെ കുറിച്ച് പറയാണ്. ഇവിടുത്തെ പാർട്ടിക്കോ അഗർ ബുലാ ലേത്തി ഹെ തോ
ഓ ആധാ ഖാന ഖുദി ഖജാത്തി അവിടുത്തെ പകുതി ഫുഡും ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പോകും. ടേസ്റ്റി, വെരി ടേസ്റ്റി, കഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ടേസ്റ്റി, വെരി ടേസ്റ്റി എന്ന് പറയും. കഹത്തി ഹുയി സീധാ കിച്ചൺ മേം ഘുസ് ജായേഗി. ടേസ്റ്റി, വെരി ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറും, അതിക്രമിച്ച് കയറും. അതാണ് ഘുസ് ജാന എന്ന് പറഞ്ഞത്. നേരെ കിച്ചണിലേക്ക് അങ്ങ് ഇടിച്ചു കയറും. ഓർ ബോലേഗി, എന്നിട്ട് പറയും ഹായ് സക്കുബായ് മുझे भी अपनी तरह कुक ला दो ना. ഓ സക്കുബായ്, നിങ്ങളെ പോലെയുള്ളൊരു കുക്കിനെ എനിക്ക് കൂടി നിങ്ങൾ സംഘടിപ്പിച്ചിട്ടാ എന്ന് എന്നോട് വന്നിട്ട് പറയും. മുझे भी एक कुक ला दो, നിങ്ങളെപ്പോലെ ഒരു കുക്കിനെ എനിക്ക് കൂടി കൊണ്ടുവന്ന് തരൂ. और क्या कुक ला दो, ഞാനിനി കൊണ്ടു കൊടുത്തിട്ട് വേണം എന്ന അർത്ഥത്തിലാണ് സക്കു പറയുന്നത്. ക്യാ കുക്ക് ലാ ദോ, ഇനി ഞാൻ കുക്കിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വേണം. കുക്ക് ബേച്ചാരി റോട്ടി ബനാത്തെ ബനാത്തെ മർ ജായേഗി और ये खाती जाएगी. അപ്പോൾ ഇവർ നല്ല ഭക്ഷണപ്രിയയാണല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ വല്ല കുക്കിനെയും കൊണ്ട് കൊടുത്താൽ ആ കുക്ക് ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കി മർ ജായേഗി, ചത്തുപോവും. ഇവരാണെങ്കിലോ ഹാത്തി ജായേഗി, കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഫുഡിനോട് ഭയങ്കര കമ്പം ഉള്ളതുകൊണ്ട് ഞാനൊരു കുക്കിനെ കൊണ്ടുവന്ന് കൊടുത്താൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കഞ്ചേക്ക് ബരാബർ തോ ജൂഡാ ബനാത്തി ഹെ. കഞ്ചേക്ക് ബരാബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫിൻ്റെ ഒപ്പം, ബരാബർ എന്ന് പറഞ്ഞാൽ ഈക്വൽ, റൂഫിൻ്റെ ഒപ്പം ഉയർത്തിയാണ് ജൂഡാ ബനാത്തി ഹെ, മുടി കെട്ടി വെക്കുന്നത്. അപ്പോൾ ജൂഡാ ബനാന എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി സ്ത്രീകൾ കെട്ടി ഇങ്ങനെ വെക്കുന്നതിനെയാണ് ജൂഡ എന്ന് പറയുന്നത്. വട്ടത്തിങ്ങനെ ബോൾ പോലെ കെട്ടി വെക്കുന്നതിന്. അപ്പോൾ അതിങ്ങനെ ഭയങ്കര വലുതാക്കി കെട്ടി വെക്കുന്നതിനാണ് കഞ്ചേക്കെ ബരാബർ. ഇങ്ങനെ മോളി തട്ടുന്ന വിധത്തിലാണ് അവർ ജൂഡ കെട്ടി വെക്കുന്നത് തലയിൽ. वो जो हमारे गांव में खेलते हैं बच्चे वो, और उसके ऊपर से गजरा चिटका के आती है. നമ്മുടെ ഗ്രാമത്തിൽ കുട്ടികളിങ്ങനെ കളിക്കുന്ന പിള്ളേർ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഗാവ് കെ ബച്ചെ ഖേൽത്തെ ഹെ, കളിക്കുന്ന കുട്ടികൾ ഗ്രാമത്തിൽ ഇമാതിരി കെട്ടിയൊക്കെ വെച്ചൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. और उसके ऊपर से गजरा चिटका के आती है. എന്നിട്ട് അതിൻ്റെ മുകളിൽ, ഈ വട്ടക്കെട്ട് കെട്ടിയതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഗജറ എന്ന് പറയുന്ന പൂക്കളം, മുല്ലപ്പൂക്കളൊക്കെ ചിട്കാക്കെ വിതറി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്താണ് നടപ്പ്. പാർട്ടി മേ 10 ബാർ തോ ഇസ്കാ പല്ലു ഗിർത്താ ഹെ. ഇനി പാർട്ടിക്ക് വന്നാലോ 10 ബാർ പല്ലു ഗിർത്താ ഹെ. സാരിയുടെ എന്താണ് ഫ്രണ്ടിൽ ഫ്ലീറ്റ് കുത്തി വെച്ചേക്കുന്നത് എപ്പോഴും അഴിഞ്ഞു വീഴുന്നു. അപ്പോൾ അവർ പറയുന്ന മനഃപൂർവ്വം താഴ്ത്തി ഇടുന്നതാണെന്നാണ് സക്കുവിൻ്റെ ഒരു പറച്ചിൽ. പാർട്ടി മേ 10 ബാർ പല്ലു ഗിർത്താ ഹെ, അതായത് സാരി ബ്ലൗസിൽ നിന്ന് ഊർന്നൂർന്ന് വീണുകൊണ്ടേയിരിക്കും. അതായത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു തന്ത്രം എന്നാണ് സക്കുവിൻ്റെ ഭാഷ്യം. ജേസിക്ക് ദേഖോ ജി ഹമാരെ പാസ് ഹേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കണ്ടാൽ തോന്നും നോക്കൂ, എൻ്റെ ശരീരം നോക്കൂ, ഹമാരെ പാസ് ഹേ, എൻ്റെ എന്താണ് ബ്രസ്റ്റ് ഇങ്ങനെയാണ് എന്ന് കാട്ടാൻ എന്ന ഭാവത്തിലാണ് ഇവർ ഇങ്ങനെ പല്ലു താഴ്ത്തി മനഃപൂർവ്വം ഇടുന്നത് എന്നാണ് സക്കു പറയുന്നത്. അരേ ഉസ്മേൻ ദിക്കനേക്കാ ക്യാ, അതിലിപ്പോൾ എന്താണ് കാണാനുള്ളത്, ഭഗവാനെ സബ്കോ ദിയാ ഹെ, അതൊക്കെ ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്, അവർക്ക് മാത്രമൊന്നുമല്ല. കിസിക്കാ ഝോട്ടാ കിസിക്കാ ബടാ, ചിലർക്ക് കുറച്ച് വലിയ സൈസായിരിക്കും, ചിലർക്ക് സ്മോൾ സൈസായിരിക്കും, അത്രയേ ഉള്ളൂ. സബ്കെ പാസ് ഹെ, ഇത് എല്ലാവർക്കും ഉണ്ട്, ഇവരിങ്ങനെ എക്സിബിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് സക്കു പറയുന്നു. അപ്പോൾ സക്കുവിൻ്റെ ഭാഷ്യത്തിൽ ആ സാരി ഇങ്ങനെ വീണു പോകുന്നത് മനഃപൂർവ്വമായിട്ട് ഇവർ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് സക്കു പറയുന്നത്. ഏക് ബാർ തോ ഉസ്നെ കമാൽ ഹി കർ ദിയ. അങ്ങനെ ഒരു തവണ അവരൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി, ഒരു വലിയ പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാക്കി, ഒരു അത്ഭുതകരമായ സംഭവം ഇവിടെ ഉണ്ടായി. ഹമാരെ ഘർ മേം പാർട്ടി ചൽ രഹി തി. എന്താണ് സംഭവം എന്ന് പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. ഉസ്മേ യേ ആയി ഹുയി ഥി, ഇവരും വന്നു, പാർട്ടിക്ക് ഇവരും വന്നു. ബാഹർ കെ ബാത്റൂം മേം കോയി ഗയാ ഥാ തോ യേ മേം സാബ് കോ ബെഡ്റൂം വാലെ ബാത്റൂം മേ ലേ ഗയി. അപ്പോൾ ബാഹർക്കെ ബാത്റൂമിൽ പോയി താ, പുറത്തുള്ള ബാത്റൂമിൽ മറ്റാരോ ഉണ്ടായിരുന്നത് കൊണ്ട് മേം സാബ് എന്ത് ചെയ്തു, ഇവരെ ബെഡ്റൂമിലുള്ള ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉസി സമയം മേം ബി ബാത്റൂം മേം ടവൽ രഖ്നേക്കോ ഖുസി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനും ബാത്റൂമിൽ ടവൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനും റൂമിലേക്ക് കയറി. ഖുസ്ന എന്ന് പറഞ്ഞാൽ കയറ്, ഞാനും റൂമിലേക്ക് കയറി. തോ मैंने देखा कि ये मेम साहब की मेकअप वाली टेबल की दराज में से कुछ निकाल कर पर्स में रख रही है. അപ്പം ഞാൻ എന്താ കണ്ടത്, ഇവർ മേം സാബിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ടേബിളിൻ്റെ ദരാജ് എന്ന് പറഞ്ഞ ഡ്രോയറാണ്, അതിൻ്റെ ഡ്രോയറിൽ ഉസ്മേ സെ കുച്ച് നിക്കാൽ കർ, ആ ഡ്രോയറിൽ നിന്ന് എന്തോ എടുത്ത് അപ്നി പേഴ്സ് മേ രഖത്തി ഹെ, തൻ്റെ പേഴ്സിലേക്ക് വെക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. തോ വോ കുച്ച് ചുരാ രഹി ഹെ मैंने देखा.
അപ്പം ഞാൻ കണ്ടത് എന്താണ്, मेम साहबिൻ്റെ मेकअप रखने वाली टेबल के दराज से वो कुछ उठाती है और अपनी पर्स में रखती है. എന്തോ എടുത്ത് പേഴ്സിൽ വെച്ചത് ഞാൻ കണ്ടു. മുझे देखकर एकदम सीधी हो गई. എന്നെ കണ്ടതും പെട്ടെന്ന് നിവർന്ന് അങ്ങ് നിന്നു. സീതി ഹോ ഗയി, സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞങ്ങ് നിന്നു. और कहने लगी, എന്നിട്ട് പറഞ്ഞു, സക്കുബായ് മേ വോ ടിഷ്യൂ ആ ടിഷ്യൂ ढूंढ रही थी. എന്ന് പറഞ്ഞാൽ കള്ളത്തരം ചെയ്യുന്നവർക്കൊരു വിറയലും അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊരു വാചകം പറയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയോ തപ്പിപ്പെറുക്കി അവർ പറയാണ്, ഞാൻ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ടിഷ്യൂ നോക്കുമായിരുന്നു എന്ന് അവർ പറയാണ്. ടിഷ്യൂ തിരക്കുകയായിരുന്നു. ढूंढ रही थी. मैंने कहा, ഞാൻ പറഞ്ഞു, मेम साहब टिഷ്യൂ तो आपके सामने पड़ा है. ടിഷ്യൂ അല്ലേ നിങ്ങളുടെ മുന്നിലിരിക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചു. आपके सामने है, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ടിഷ്യൂ. ബാഹർ ഹോൾ മേ ഭി ഹേ, അതിന് വേണ്ടിയിട്ട് ബെഡ്റൂമിൽ വരണോ? അത് പുറത്ത് ഹോളിലും ഉണ്ടല്ലോ. ബാഹർ ഹോൾ മേ ഭി ഹേ, ഹർ ജഗ ടിഷ്യൂ ഹേ. സക്കുവിനെ പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. സക്കു മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. സക്കു പറയാണ്, ഇവിടെ ഈ വീട്ടിൽ എല്ലായിടത്തും ടിഷ്യൂ ഉണ്ട്, എല്ലായിടത്തും ടിഷ്യൂ ഹേ और आप इधर क्या कर रही है എന്ന് സക്കു ചോദിക്കുന്നു. എന്നിട്ട് എനിക്കെന്തോ അതത്ര നന്നായി തോന്നിയില്ല. ഇവർ എന്തോ കള്ളത്തരാണല്ലോ എന്ന് തോന്നി. മുझे शक हुआ, എനിക്കെന്തോ സംശയം തോന്നി. ഇവരെന്തിനായിരിക്കും ഡ്രോയർ തുറന്നത്? തൊട്ട് മുന്നിൽ ടിഷ്യൂ പേപ്പർ ഇരുന്നിട്ട് ഡ്രോയർ തുറന്നെന്തിനാണ് ടിഷ്യൂ തിരക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. മേ സീധി മേം സാബ് കെ പാസ് ഗയി. ഞാൻ നേരെ മേം സാബിൻ്റെ അടുത്ത് പോയി, പൂജ മേം സാബിൻ്റെ അടുത്ത് ഞാൻ നേരെ പോയി. അവർ ധീരെ സെ ഉനെ ബതായ, എന്നിട്ട് പതുക്കെ പറഞ്ഞു, കാര്യം പറഞ്ഞു. ഇവരിങ്ങനെ റൂമിലിങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്, എന്തോ സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു. തോ വേ ബോലി, അപ്പോൾ മാഡം പറഞ്ഞു, നഹി നഹി സക്കുബായ് ഏസാ നഹി ഹോ സക്താ, തുമേ കോയി ഗലത് ഫാമി ഹുയി ഹെ. അങ്ങനൊന്നും അല്ല സക്കുബായ്, അവരങ്ങനൊന്നും ചെയ്യില്ല. ഏസാ നഹി ഹോ സക്താ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. തുമേ കോയി ഗലത് ഫാമി ഹുയി ഹെ, നിനക്ക് എന്തോ തെറ്റിദ്ധാരണ വന്നാണ്. ഗലത് ഫാമി എന്ന് പറയുന്നതാണ്, നീ എന്തോ കൺഫ്യൂസ്ഡ് ആയതാണ്, അല്ലാതെ അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. മേ ബോലി, ഞാൻ പറഞ്ഞു, പെഹ്ലെ ആപ് ചൽക്കർ മേക്കപ്പ് വാലി ദരാജ് മേ ചെക്ക് കർ ലോ. ശരി, എന്തായാലും ഞാൻ അങ്ങനെ കണ്ട സ്ഥിതിക്ക് മാഡം ഒന്ന് വന്ന് മാഡത്തിൻ്റെ ആ മേക്കപ്പ് സാധനമുള്ള ആ ഡ്രോയർ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓ ഫിർഫി നഹിമാനി, പറഞ്ഞിട്ടും അവരത് കേട്ടില്ല. കാരണം പറയുന്നത് ഒരു സെർവൻ്റ് അല്ലേ, അത് ആയിരിക്കാം റീസൺ. അല്ലെങ്കിൽ ഗസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളതും ആകാം. ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയിലെ സ്ത്രീ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതായിരിക്കും പൂജ മാം ചിന്തിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് വീട്ടുവേലക്കാരി പറയുമ്പോൾ അതിന് അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ആകാം. അപ്പോൾ എന്ത് തന്നെയായാലും ഫിർഫി വോ നഹിമാനി, ഞാൻ പറഞ്ഞിട്ടൊന്നും അവർ വീണ്ടും ഒന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. മെനെ കഹ, ഞാൻ പറഞ്ഞു, ദേഖ് ലോ ബാദ് മേ മത് ബോൽന, ഇപ്പം വേണമെങ്കിൽ നോക്കിക്കോ, പിന്നീട് പറയരുത്. മേ അക്കേലി കാം കർണേ വാലി ബായി, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അതായത് ഇവിടെ ജോലിക്കാരിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു സമയത്ത് സംശയിക്കുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറൊരു ബായും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരോ ഇവരോ എന്നെങ്കിലും പറഞ്ഞേനെ. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ജോലിക്കുള്ളൂ. അക്കേലി ബായ് ഹൂമേ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും സാധനം മിസ്സായാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ സംശയിക്കും. ബാത്ത് മുച്ചുപറായകി, കാര്യം കറങ്ങിത്തിരിഞ്ഞ് മുച്ചുപറായകി, എൻ്റെ നേരെ വരും. കുച്ച് ഭി ഹോ ചോർ തോ ഹം ലോഗോ കോ ഹി സംജാ ജാത്താ ഹൈ, വീട്ടിൽ ആരെന്ത് മോഷ്ടിച്ചാലും, ഇനി വീട്ടുകാർ തന്നെ മിസ്പ്ലേസ് ചെയ്ത് വെച്ചാലും, വേറെ ഏതെങ്കിലും തരത്തിൽ മിസ്സായാൽ, കുട്ടികളടുത്ത് എന്തെങ്കിലും ചെയ്താലോ, എന്ത് സംഭവിച്ചാലും വീടുകളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ആദ്യം സംശയിക്കുന്നത് ഞങ്ങൾ സെർവൻസിനെയാണല്ലോ. ഹമേം ഹി സംജാ ജാത്താ ഹെ ചോർ, ഞങ്ങളെയാണല്ലോ സ്ഥിരമായിട്ട് കള്ളരെന്ന് മുദ്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മേം സാബിനൊരു അനക്കം തട്ടി. മേം സാബിനെ ദരാജ് ചെക്കി, മാഡം പോയി ആ ഡ്രോയർ ചെക്ക് ചെയ്തു. തോ എക്ദം ഡർ ഗയി, മാഡം പേടിച്ചു പോയി. ഡർ ഗയി, ഹീരേക്ക് അങ്കൂഠി ഗായബ്, അവരുടെ ഡയമണ്ട് റിങ് കാണാനില്ല. ഇപ്പം ഗായബ് ഹെ എന്ന് പറഞ്ഞാൽ എന്താ, മിസ്സായിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു. എന്താണ് നഷ്ടപ്പെട്ടത്? ഡയമണ്ട് റിങ് ആണ്. അപ്പം മാഡത്തിൻ്റെ ഡയമണ്ട് റിങ് ആണ് ഈ പറയുന്ന ഖന്ന ലേഡി ഖന്ന അടിച്ചു മാറ്റിയത്. ഹീരേക്ക് ഹെ, डायमंड ആണത്, अंगूठी റിങ്. ഉन्होंने अंगूठी പാർട്ടി में पहनने के लिए निकाली थी, പാർട്ടിയിൽ ധരിക്കാൻ വേണ്ടി അവർ സേഫായിട്ട് സൂക്ഷിച്ചിരുന്നെടുത്തുനിന്ന് എടുത്തിട്ട് ഫിർ ഫുൽ ഗയി, അണിയൻ മറന്നുപോയതാണ്. അപ്പോൾ പിന്നെ ആ ഡ്രോയറിലോട്ട് അങ്ങ് വെച്ചു.
പിന്നെ എടുത്തിടാമെന്ന് വെച്ചിട്ട് എടുത്ത് അവിടെ വെച്ചിരുന്നതാണ്. ഫിർ ഫൂൽ ഗയി, പിന്നെ എടുത്ത് ധരിക്കാൻ മറന്നുപോയതാണ്. മേം സാബിനെ സാഹബ് കോ അന്തർ ബുലായ. അപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ മേം സാബ് പോയി സാറിനെ വിളിച്ചുകൊണ്ട് വന്നു. സാഹബ് കോ അന്തർ ബുലായ, സാഹബിനെ അകത്തേക്ക് വിളിച്ചു. സാറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, സാഹബ് ബോലെ നോ നോ പൂജ ऐसे कैसे हो सकता है. നോ പൂജ, അവരതൊന്നും എടുക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. മേനെ കഹ, ഞാൻ പറഞ്ഞു, ദേഖ് ലോ സാഹബ് ഹോ ഗയാ. സംഭവിക്കില്ല എന്നല്ല ഇനി പറയേണ്ടത്, സംഭവിച്ചു എന്നാണ് സാർ പറയേണ്ടത്. ഞാൻ കണ്ടതാണ് അവർ ആ ഡ്രോയർ തുറക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സാഹബ് ബോലെ, അപ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ പിന്നെ ഇനി അതിനകത്തൊന്നും പറയാനില്ലല്ലോ, സാധനം മിസ്സിങ്ങുമാണ്. അപ്പോൾ സാഹബ് പറഞ്ഞു, അപ്പോൾ ക്യാ കരേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? കാരണം അവർക്കിപ്പോഴും പൂർണ്ണമായ വിശ്വാസം വന്നിട്ടില്ല. വീട്ടിലെ ഒരു സെർവൻറ്റ് പറഞ്ഞ ആ ഒരു അറിവ് വെച്ചിട്ട് വീട്ടിലെ വന്ന ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയ ഗസ്റ്റിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ക്യാ കരേ, ഇതെങ്ങനെ ഡീൽ ചെയ്യും, അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റുമോ, ഗസ്റ്റ് അല്ലേ. മേ ബോലി, ഞാൻ പറഞ്ഞു, വോ ആപ്പ് മേരെ ഊപ്പർ ചോട് ദോ. സക്കുബായ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ ലേഡിയല്ലേ, അവർക്ക് ഇതിനൊന്നും ഡിറ്റക്റ്റീവ് പണിക്കൊന്നും ആരുടെ സഹായം വേണ്ട, അവർ തന്നെ ഇതൊക്കെ ഡീൽ ചെയ്തോളും. അപ്പോൾ അവർ പറയാണ്, ഓ തോ മുझ पर छोड़ दीजिए, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. മുझे छोड़ दो, എന്നെ ഏൽപ്പിച്ചോളൂ. ഓ സാലി ജാണ്ടി കോ തോ മേ സീധാ കർ ദൂംഗി. ആ എന്താണ് തടിച്ച സ്ത്രീയെ, ജാണ്ടി ഓരത്ത്, ആ തടിച്ച സ്ത്രീയെ മുട്ടിക്കോ ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ നേരെയാക്കിക്കോളാം. സീധാ കർ ദൂംഗി, ഞാനിപ്പോൾ ശരിയാക്കി തരാം. മേം സാബ് ബോലി, മേം സാബ് പറഞ്ഞു, സക്കുബായ് വോ ബഹുത് ബഡേ ആദ്മി കി വൈഫ് ഹൈ. അങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന വിഷയമല്ല സക്കുബായ് ഇത്. അദ്ദേഹം അവരെന്ന് പറയുന്നത് വളരെ പഴയ ആത്മിക്ക്, ഇച്ചിരി വലിയ സമൂഹത്തിൽ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ്. സക്കു വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല എന്ന് മേം സാബ് എന്നോട് പറഞ്ഞു. മേം ബോലി, ഞാൻ പറഞ്ഞു, അരേ ബഡേ ആത്മിക്ക് വൈഫ് തോ ഏസാ ബടപ്പൻ രഖ്നാ ചാഹിയേ. വലിയ ആളിൻ്റെ ഭാര്യയാണെങ്കിൽ ആ മഹത്വം കാട്ടണമായിരുന്നു. ബടപ്പൻ എന്ന് പറഞ്ഞാൽ ആ മേന്മയാണ്, മഹിമ അല്ലെ വലിപ്പം, അതാണ് ബടപ്പൻ. അപ്പോൾ വലിയ ആളിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മാഡം, അവരും ആ മഹത്വം കാട്ടണമായിരുന്നു. മോഷ്ടിച്ചല്ല ഒരു വലിയ ആളിൻ്റെ ഭാര്യ തൻ്റെ മികവ് കാട്ടേണ്ടത്, അവരിൽ കാട്ടേണ്ടിയിരുന്ന ഒരു അന്തസ്സുണ്ടായിരുന്നു, അതവർ കാണിച്ചില്ലല്ലോ. ബഡേ ആത്മിക്ക് വൈഫ് കോ ഫി തോ ആനാ ചാഹിയേ, ആ മഹത്വം അവരും കാട്ടേണ്ടതല്ലേ. ആർ ഫിർ അമീർ ഹോന ബടപ്പൻ കി ഗ്യാരണ്ടി തോ നഹീം. പിന്നെ അതുപോലെ മാഡം പറഞ്ഞതുപോലെ അമീർ ആയിരിക്കുക എന്ന് പറയുന്നതല്ല, അമീർ എന്ന് പറഞ്ഞാൽ സമ്പന്നനായിരിക്കുക എന്ന് പറയുന്നതല്ല ഒരാളുടെ മഹത്വം സൃഷ്ടിക്കുന്നത്, മഹത്വം പ്രൂവ് ചെയ്യുന്നത്. ഒരാളുടെ മഹത്വത്തിൻ്റെ ഗ്യാരണ്ടി നിശ്ചയിക്കുന്നത് അയാളുടെ സമ്പത്തല്ല, മറ്റു പല ക്വാളിറ്റീസും കൊണ്ടാണ് ഒരാൾ വലുതാകുന്നത്. അപ്പോൾ സക്കുബായി എത്ര ഉയർന്ന വിഷനുള്ള ലേഡിയാണെന്ന് നോക്കൂ, ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു സ്ത്രീയാണ്. അവർ എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, എത്ര ഫിലോസഫിക്കലായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്, എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്, സമ്പത്തല്ല ഒരു വ്യക്തിയുടെ മഹത്വം നിശ്ചയിക്കുന്നത്. അമീർ ഹോന ബടപ്പൻ കി ഗ്യാരണ്ടി തോ നഹി. ഒരാളുടെ ബടപ്പൻ അല്ലെങ്കിൽ അയാളുടെ മഹിമ നിശ്ചയിക്കുന്നത് അയാളുടെ അമീരി നഹി ഹെ, സമ്പത്തല്ല. സാലി ചോർ, ആ പെരുങ്കള്ളി മേം സാബ് കോ ബോലി. ആ പെരുങ്കള്ളി കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മേം സാബ് കോ മേം ബോലി, ഞാൻ മാമിനോട് പറഞ്ഞു, ആപ് ചിന്താ മത് കരോ, മാഡം വിഷമിക്കണ്ട, കോയി ഷോർ നഹി ഹോഗ. ഇവിടെ ഒരു ബഹളം ഒന്നും ഉണ്ടാവില്ല. ഷോർ എന്ന് പറയുന്നതാണല്ലോ ബഹളം. ഇവിടെ വലിയ ബഹളം ഒന്നും ഉണ്ടാവില്ല. കോയി ലഫട നഹി ഹോഗ, എന്തെങ്കിലും അടിയും വഴക്കും ഒന്നും ഉണ്ടാവില്ല. തർക്കം, ലഫട എന്ന് പറയുന്നതാണ്, വഴക്കോ തർക്കമോ ഒന്നും ഉണ്ടാവില്ല. ആപ്കി ചീസ് ആപ്കെ പാസ് ആ ജായേഗി ബസ്. നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും, അത്ര തന്നെ. ആപ്കി ചീസ് ആപ്കെ പാസ് ആ ജായേഗി. നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കും. ഇവിടെ വഴക്കോ ബഹളോ ആൾക്കൂട്ടോ ഒന്നും ഉണ്ടാവില്ല. സാഹബ് ബോലെ, അപ്പോൾ സാറ് പറഞ്ഞു, ഹാ സക്കുബായ് കുച്ച് കരോ യാർ. സാറ് പറഞ്ഞു, ശരി സക്കുബായ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂന്നേ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇനി സക്കുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. സക്കുവാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, ഇവരുടെ കള്ളത്തരം പിടിക്കേണ്ടത്. മേ ബാഹർ ആകെ, ഞാൻ പുറത്തേക്ക് വന്നു. ഇവരുടെ സാധനം തിരിച്ചു വാങ്ങിക്കൊടുക്കാം എന്നാണ് സക്കു ഏറ്റിരിക്കുന്നത്. മേ ബാഹർ ആകെ, ഞാൻ പുറത്തേക്ക് വന്നു. ആയി തോ ദേഖ്തി ക്യാ ഹൂം വോ ഹോൾ മേ ബൈഠ്കർ ലപക് കാജു ഖാ രഹി തീ. അപ്പോൾ അവർ ഇത്തിരി നല്ല ഭക്ഷണപ്രിയയായ സ്ത്രീയാണല്ലോ. അപ്പോൾ ഞാൻ ഹോളിൽ വന്ന് നോക്കിയപ്പോൾ എന്താണ്, ലപക് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ടക്കനേന്ന് പെട്ടെന്ന് വായിൽ എന്താണ് കാജു, ക്യാഷ്യൂസ് വായിൽ പെറുക്കി വായിലിടുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്.
मैं वहीं दरवाजे के पास खड़ी उसको देखती रही. അപ്പം ഞാൻ മുന്നിലേക്ക് വന്നില്ല, അവിടെ ഒളിഞ്ഞു നിന്ന് ദർവാസെ കെ പാസ് ഡോറിൻ്റെ അടുത്ത് തന്നെ പതുങ്ങി നിന്ന് ഉസ്സേ ദേഖ്തി രഹി, ഞാൻ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. एक दो मिनट के बाद डांस का म्यूजिक चालू हुआ. അപ്പോൾ പാർട്ടിയാണല്ലോ, അപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഡാൻസ് മ്യൂസിക് ചാലു ഹുവ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ട് ചെയ്തു, ഡാൻസ് മ്യൂസിക് ചാലുവായി. ഉസേ ഡാൻസ് കർണേ കാ ബഹുത് ഷൗക്ക് ഹേ, അവർക്കാണെങ്കിൽ ഭയങ്കര ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ലേഡിയാണ്. ഖന്ന മാഡം ഭയങ്കര ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ത്രീയാണ്. और डांस करने में उसका 2-3 बार साड़ी का पल्लू नीचे गिरना ही गिरना. അത് മാത്രമല്ല ഡാൻസ് കളിക്കുമ്പോൾ സ്ഥിരം അവരുടെ നേരത്തെ പറഞ്ഞ പോലെ സാരിയുടെ പല്ലു എന്താണ് ഷോൾഡറിൽ നിന്ന് വിട്ട് നിലത്ത് വീഴുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അപ്പോൾ ഡാൻസ് കർണേക്കാ ഷോക്ക് ഹേ और डांस करने में സാരി ഉതിർന്ന് വീണുകൊണ്ടും ഇരിക്കും. ഉസേ നീച്ചെ ഹി ഗിർത്താ രഹതാ, അപ്പോൾ സാരിയുടെ പല്ലു എപ്പോഴും ഇങ്ങനെ വീഴുകയും ചെയ്യും. तो वे अपना पर्स रखकर डांस करने के लिए खड़ी हो गई. അപ്പോൾ മ്യൂസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പെട്ടെന്ന് അവർ പേഴ്സ് അവിടെ വെച്ചു, പേഴ്സിലാണല്ലോ നമ്മുടെ ഡയമണ്ട് റിംഗ് ഉള്ളത്. അപ്പോൾ പേഴ്സ് ഉധർ രഖക്കർ പേഴ്സ് അവിടെ വെച്ചു, ഡാൻസ് करने के लिए खड़ी हो गई, ഡാൻസ് ചെയ്യാൻ വേണ്ടി അവർ എഴുന്നേറ്റു. हमारे एक पड़ोसी है डॉक्टर अग्रवाल साहब, ഞങ്ങൾക്ക് വേറൊരു നെയ്ബർ ഉണ്ട്, പടോസി ഹേ നെയ്ബർ പടോസി, ഞങ്ങൾക്കൊരു നെയ്ബർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഡോക്ടർ അഗ്രവാൾ സാഹബ്, അങ്ങനെ പേരിലൊരു നെയ്ബർ ഞങ്ങൾക്കുണ്ട്. ഉൻകെ സാത്ത് ഡാൻസ് കർണേ ലഗി, ഇവർ എഴുന്നേറ്റ്, ഈ ലേഡി ഖന്ന എഴുന്നേറ്റ് എന്ത് ചെയ്യാണ്, ഈ ഡോക്ടർക്കൊപ്പം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അഗ്രവാൾ സാഹബ് കോ ഡാൻസ് കർണേ കാ ബഹുത് ഷൗക്ക് ഹേ, അഗ്രവാൾ സാറിനും ഇവരെ പോലെ തന്നെയാണ് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നല്ല കോമ്പിനേഷനായി, ഡാൻസ് മ്യൂസിക്കായി, രണ്ടുപേരും ഡാൻസിനോട് ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പോൾ ആ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഉൻകോ ഡാൻസ് കർണ നഹി ആത്താ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അഗ്രവാൾ സാറിന് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ കളിക്കാൻ അറിഞ്ഞൂടാ. ഡാൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയങ്കര ഷൗക്ക് ഹേ, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ലേക്കിൻ ഡാൻസ് കർണ നഹി ആത്താ, ഡാൻസ് കളിക്കാൻ അറിയില്ല. ഓ ഹമേഷ റെയിൽ ഗാഡി ചലാത്തെ ഹേ ഏസെ, അപ്പോൾ സക്കു അത് അഭിനയിച്ച് കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡാൻസ്, എന്താണ് ട്രെയിൻ ഓടിക്കുന്ന പോലെയാണ് അദ്ദേഹം ഡാൻസ് കളിക്കുന്നതെന്ന്. ഏസേ എന്ന് പറഞ്ഞിട്ട് അത് അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഡാൻസിൻ്റെ സ്റ്റെപ്സ് ഒന്നും പുള്ളിക്ക് ഇടാൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ട്രെയിൻ ഓടിക്കുന്ന പോലെ ഇങ്ങനെ പോകും എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് സക്കു കാണിക്കുകയാണ്. ഇങ്ങനെയാണ് പുള്ളിയുടെ ഡാൻസ്. मैंने एकदम मौका देखकर पास ही टेबल पर रखा उसका पर्स उठाया. ഞാൻ ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി. മൗക്ക ദേഖകർ, മൗക്ക എന്ന് പറഞ്ഞാൽ അവസരം, അവസരം നോക്കി ഇവർ ഡാൻസിൽ മുഴുകി എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ആരും കാണാതെ അവരുടെ പേഴ്സ് ഉഠാലിയ, പേഴ്സ് എടുത്തു. ആ സാഡിക്ക് പല്ലൂമേ ചിപാക്കർ കിച്ചൺ മേലേകി, എൻ്റെ സാരിയുടെ മുന്താണിയിൽ അതിനെ ചിപായ മറച്ചു പിടിച്ചു. അവർ കിച്ചൺ മേലേകി, നേരെ കിച്ചണിലേക്ക് ഞാൻ പോയി. കിച്ചൺ മേ ജാക്കർ പേഴ്സ് ഖോലാ തോ ഉസ്മേം ഹീരേ കി അംഗൂഠി, കിച്ചണിൽ പോയി പേഴ്സ് തുറന്നു നോക്കുമ്പോൾ എന്തുണ്ട്, ഇവിടുത്തെ മാഡത്തിൻ്റെ ആ ഡയമണ്ട് റിംഗ് അതിലുണ്ട്. മേനെ ഛട്ട് സേ ഉസ്മേ സേ അംഗൂഠി നിക്കാലി, ഞാൻ ഛട്ട് സേ പെട്ടെന്ന് അതിൽ നിന്ന് അംഗൂഠി പുറത്തെടുത്തു, റിങ് പുറത്തെടുത്തു. അവർ പേഴ്സ് ബന്ദ് കിയ, പേഴ്സ് അടച്ചു. അവർ ഹാൾ മേ ആകി, എന്നിട്ട് നേരെ ഹാളിലേക്ക് തിരിച്ചു വന്നു. മേനെ ദേഖാ കി വോ സാലി ജാണ്ടി അഭി ഭി നാച്ച് രഹി ഥി, അത് നോക്കുമ്പോൾ ഞാൻ എന്താ കാണുന്നത്, ആ ജാണ്ടി, ആ തടിച്ച ആ സ്ത്രീ ഇപ്പോഴും എന്ത് ചെയ്യാണ്, ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. മേനെ മോക്ക ദേഖകർ പേഴ്സ് വഹീം ധീരെ സെ വാപ്പസ് രഖ് ദിയ, ഞാൻ വീണ്ടും ഒരവസരം നോക്കി അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പേഴ്സ് വാപ്പസ് രഖ് ദിയ, പേഴ്സ് ഇരുന്നെടുത്ത് തന്നെ മടക്കി വെച്ചു, തിരിച്ചു വെച്ചു. മേം സാബ് കോ സൈഡ് മേം ബുലായ, എന്നിട്ട് പോയി മേം സാബിനെ സൈഡിലേക്ക് വിളിച്ചു, മാറ്റി നിർത്തി. ആ അങ്കൂഠി ഉൻകെ ഹാത്ത് മേ ദേദി, എന്നിട്ട് റിങ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്കൂഠി ദേഖകർ മേം സാബ് ബോലി, റിങ് കണ്ടപ്പോൾ മേം സാബ് പറഞ്ഞു സക്കു, ഭയങ്കര സന്തോഷമായി മേം സാബിന്. അവർ സക്കു എന്നെ സ്നേഹത്തോടെ വിളിച്ചു. മേനെ കഹാ ബക്കു, അപ്പോൾ സക്കു അതിനെ എന്താണ് ഒരു തമാശ രൂപേണ തിരിച്ചു പറയാണ് ബക്കു. ജബ് പാർട്ടി ഖത്മ ഹുയി തോ വോ കിച്ചൺ മേ ആയി, പാർട്ടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർ കിച്ചണിൽ വന്നു. ഏതാണ് മാഡം ഖന്ന കിച്ചണിൽ വന്നിട്ട് ദോ തീൻ ദാനെ ഇലായിച്ചി ആ ലോങ് കെ മുഹമേം റഖക്കർ ബോലി, അപ്പോൾ ഒരു 2-3 ഇലൈച്ചി ഏലക്കയും ലോങ് ഗ്രാമ്പുമാണ്, 2-3 ഏലക്കയും ഗ്രാമ്പും ഒക്കെ എടുത്ത് വായിലിട്ടു. എന്നിട്ട് പറഞ്ഞു ബായ് സക്കു, ബായ് ബായ്, സക്കുവിനോട് യാത്ര പറയാണ്. ബായ് സക്കു, ബായ്
ബായ് ബായ് പറഞ്ഞു പോകാൻ പോകണവർ. मैंने कहा बाय की बच्ची बड़ी इतरा रही होगी. मैंने कहा बाय की बच्ची बड़ी इतरा रही होगी. ഞാൻ മനസ്സിൽ പറഞ്ഞതാണ്. ഇപ്പോൾ കേക്കച്ച പറയാൻ പറ്റില്ലല്ലോ. മനസ്സ് തുള്ളി ചാടുകയായിരിക്കും അവരുടെ. ഇപ്പോൾ ബായ് സക്കു ബായ് ബായ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, അവരുടെ മനസ്സിപ്പോൾ തുള്ളി ചാടുന്നുണ്ടാവും. ബായ്ക്ക് ബച്ചി, ഈ ബൈക്കാരി എന്ന് പറയുള്ളതാണ്. ഈ ബൈക്കാരിയുടെ മനസ്സിപ്പോൾ തുള്ളി ചാടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? വീട്ടിൽ ചെല്ലുക, പേഴ്സിലിപ്പോൾ വളരെ പ്രഷ്യസായ ഒരു സാധനം മേടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം, അവരറിഞ്ഞിട്ടില്ലല്ലോ പേഴ്സിലിപ്പോൾ സാധനം ഇല്ലയെന്ന്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ആ മനസ്സിപ്പോൾ തുള്ളി ചാടുമായിരിക്കും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഇത്രാ രഹി ഹോഗി, സോച്ച് രഹി ഹോഗി കി ഇസ് ഘർ സെ ബഡി കമായി കർക്കെ ലേ ജാ രഹി ഹെ. ഇപ്പോൾ മനസ്സിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും, ഈ വീട്ടിൽ നിന്ന് ബഡി കമായി, വലിയ സമ്പാദ്യമാക്കി സംഘടിപ്പിച്ചാണ് പോകുന്നതെന്നുള്ള തുള്ളിച്ചാട്ടത്തിലായിരിക്കും ഇപ്പോൾ ആ മനസ്സ്. ഘർ ജാക്കർ പേഴ്സ് ഖോൽക്കർ ദേഖേഗി. വീട്ടിൽ ചെന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇവരിനി ആ പേഴ്സ് തുറന്ന് നോക്കും. തബ് പതാ ചലേഗാ കി കിസീനെ ഉസ്കി വാട്ട് ലഗാ ദി. അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരോ അവരെ പറ്റിച്ചു എന്ന്. വാട്ടിലഗാന എന്ന് പറഞ്ഞാൽ അതാണ്, കിസീനെ ഉസേ ധോക്കാദിയാ ഹെ, ഇവരെ ആരോ പറ്റിച്ചു എന്ന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ കിസീനെ ഉസ്കി വാട്ടിലഗാദി എന്ന് പറഞ്ഞാൽ അവരെ പറ്റിച്ചു. അപ്പം ഞാൻ മോഷ്ടിച്ചു ഭയങ്കര സമ്പാദ്യമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാകും എന്നെ ആരോ പറ്റിച്ചല്ലോ എന്ന്. അവർക്ക് പേഴ്സ് തുറക്കുമ്പോൾ അത് കാണുന്നില്ല എന്നാകുമ്പോൾ മനസ്സിലാകും. യാ സേരുക്കോ സവാ സേർ മിൽന. സേരുക്കോ സവാ സേർ മിൽന എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. ടു ക്യാച്ച് എ ടാർട്ടാർ, അതായത് ഒരു ഇപ്പോൾ മോഷ്ടിച്ച അവരെ കടുവയെ കിടുവ പിടിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ സമാനമായിട്ടൊരു ഫ്രേസ് ഉണ്ട്. കടുവയെ കിടുവ പിടിക്കുക എന്ന് പറയും. അതായത് ഇവർ പെരുങ്കള്ളിയാണെന്നുള്ള വിശ്വാസത്തിൽ അവർ നിൽക്കുന്നു. അപ്പോൾ അതിനേക്കാൾ വലിയ കള്ളി എന്നെ പറ്റിച്ചോ എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തുമല്ലോ. വീട്ടിൽ ചെന്ന് പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അതാണ് സേരുക്കോ സവാ സേര് മില. സേരുക്കോ സവാ സേര് മില എന്ന് പറയുന്നത് ഫ്രേസാണ്. സേർക്കോ സവാ സേർ മിൽന എന്ന് പറയുന്ന ഫ്രേസാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ക്യാച്ച് എ ടാർട്ടാർ എന്നാണ്. അപ്പോൾ കടുവയെ കിടുവ പിടിക്കുക എന്നാണ് അതിൻ്റെ മലയാളം സമാനമായിട്ടുള്ള വേർഡ്. അതായത് ഇവരെ കാൾ വലിയ മറ്റൊരു കള്ളി അവരെ പറ്റിച്ചു എന്നവർ വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും. സക്കുബായ് സോഫെ പർ ബെഡ്തി ഹെ ഘടി ദേഖ്തി ഹെ. അപ്പോൾ സക്കുബായ് സോഫയിലേക്ക് ഇരിക്കുന്നു, വാച്ച് നോക്കുന്നു. ഘടി ദേഖ്തി ഹെ, വാച്ചിലേക്ക് നോക്കുന്നു. സോഫെ സെ ഫിലിം പത്രിക ഉടാത്തി ഹെ. സോഫയിൽ കിടക്കുന്ന ഒരു ഫിലിം മാഗസിൻ എടുക്കുന്നു, പത്രിക മാഗസിൻ എടുക്കുന്നു. और उसके पन्ने पलटती है. എന്നിട്ട് അതിൻ്റെ പേജസ് മറിക്കുകയാണ്. ഉസ്കെ പന്നെ പലട്ടി ഹെ, പേജസ് മറിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റും കഴിഞ്ഞു. അപ്പോൾ ഇനിയും പുതിയ എന്തിലേക്കോ സക്കു പോകാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ.